നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ദിസ് ഇസ് കോൾഡ് പീലണ്ട. ഓക്കെ, ഇത് നമ്മുടെ വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ടക്കുടലാണ്. മുട്ട വിത്ത് മുട്ടക്കുടലാണ്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ രീതിയിൽ ഇതിനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിവറ്, പിന്നെ അതിൻ്റെ കക്കാമണ്ടി, പിന്നെ അതിൻ്റെ മുട്ടക്കുടൽ എല്ലാം ചേർന്ന് വരുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിൽ വെള്ളമൂറുന്ന ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ സാധനം. ഇതിന് നമ്മൾ വേവിച്ച് വെച്ച സാധനത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഈ സാധനത്തിനൊന്ന് മൂപ്പിച്ചിട്ടേക്കും. മനസ്സിലായ? അപ്പോൾ അവൻ എത്രത്തോളം വെളിച്ചെണ്ണയിൽ കിട്ടുന്നോ അത്രത്തോളം അവൻ്റെ ടേസ്റ്റ് കൂടും. മനസ്സിലായി? അതിനെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കേട്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു എൻ്റെ സ്മെല്ലില് വൈകുന്നേരം ഒരു 2 എണ്ണമൊക്കെ ഒഴിച്ചൊരു ഐസ് ക്യൂബ് കിട്ടി സാധനം ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ അവൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അതിലിടാൻ പോകുന്ന ചെറിയ സാധനങ്ങൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളവനെ ഒന്ന് ചെറിയ മുളകോടെ പിഴിയണം. ഞാനിവിടെ നാരങ്ങയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. നാരങ്ങയെന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ചെറിയ അല്ല ആ തിളച്ച് വരുന്ന ആ സമയത്താണ് നമ്മൾ ഈ സാധനം ഇതിങ്ങനെ പട്ടയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഒരു ചെറിയൊരു പുള്ളി രസവും ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ അവനെ കൊണ്ട് അതിൻ്റെ മുകളിക്കോടെ തിന്നാണ്ട് പിടിപ്പിച്ചിട്ട് അടിപൊളി സാധനം റെഡിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവനെ നല്ലോണം ഇളക്കിയിടണം. കണ്ടോ? അങ്ങനെ മുട്ട പൊട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മേത്തൊന്നാവരുത്. നമ്മളിത് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരുന്നു. മേത്തൊക്കെ പൊട്ടിത്തെറിച്ച് അപകടമായി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തമില്ല. മനസ്സിലായി? അതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ നോക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ നല്ലോണം ഇങ്ങനെ വെള്ളച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൂത്തിങ്ങനെ പരിവായിട്ട് ഇങ്ങനെ വരില്ല. അതുപോലത്തെ ഒരു ടേസ്റ്റുള്ള ഒരു ഐറ്റം വേറെ ചിക്കൻ്റെ കിട്ടാല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളാണെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ആൾക്കാരെ വിളിച്ച് നമ്മളിങ്ങനെ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ആ ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് തീ എപ്പോഴും സിമ്മിലിരിക്കണം. എന്നിട്ട് നമ്മൾ ഇത്തിരി അതിൻ്റെ കുരുമുളക് പൊടി അതിൻ്റെ പടയ്ക്കും. മതി, ഇത്ര ആവശ്യമുള്ളൂ. ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി ഇടാതെ മസാല ഇടാതെ ഇത്തിരി മതി, അധികം വേണ്ട. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഈ മുളക് പൊടി ഇടും. പ്രത്യേക ശ്രദ്ധയ്ക്ക് മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ സാധനം എന്ത് ചെയ്യണം, ഒന്നിങ്ങനെ ജിഗിജിഗാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനത്തിന് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോയി പിന്നെ ഈ സാധനം കാശ് പൊളിക്കുക. ചിലത് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ചട്ടിയിലുള്ള ചൂടും വെളിച്ചെണ്ണയുടെ ചൂടിലും ഈ സാധനം അങ്ങോട്ട് കിട്ടുന്ന മുരിക്കും. മനസ്സിലാക്കി? എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 വേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കും. മനസ്സിലായി? നമുക്കിപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ ചിലവർ വല്ല ക്യാപ്സിക്കോ അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടൊന്ന് വെറുതെ ഇങ്ങനെ മൂടി വയ്ക്കാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവൻ്റെ ടേസ്റ്റില്ലേ ഒരാൾക്ക് കിട്ടില്ല. എന്നിട്ട് ഇതിങ്ങനെ ഒരു ലിവറിൻ്റെ കഷ്ണം കണ്ടിട്ടുക. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ടില്ലേ പൊളിച്ചു. എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുമുട്ട വേണ? കുഞ്ഞുമുട്ട വേഗം എടുത്തു. കുഴപ്പമില്ല, അടിച്ചോ. Okay, finish.